ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ വരാൻ പോകുന്ന ചില വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ അനുവിൻ്റെ കല്യാണം എത്രയും വേഗം നടത്തണമെന്ന് ബാലൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഇതറിയുന്ന അനു ഒരുപാട് സങ്കടപ്പെടുക. എന്നിട്ട് ബാലൻ്റെയും ഗോമതിയുടെ അടുത്ത് ചെന്നിട്ട് പറയും, അച്ഛാ, അമ്മേ, ദയവ് ചെയ്ത് എന്നെ വിശ്വസിക്കുക, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എൻ്റെ പഠിത്തം കഴിയുമ്പം നിങ്ങൾ പറയുന്ന ആളെ മാത്രം ഞാൻ കല്യാണം കഴിക്കൂ. ഇപ്പോൾ എനിക്കൊരു കല്യാണം വേണ്ട എന്ന് പറയൂട്ടോ. പക്ഷെ ബാലൻ അവൾ പറയുന്നതൊന്നും കേൾക്കാൻ പോലും കൂട്ടാക്കിയില്ല. ബാലൻ്റെ ഈ അവഗണന കാണുന്ന ഗോമതിയും, ബാലേട്ട, അവൾ പറയുന്നത് പോലെ ചെയ്താലോ എന്ന് ചോദിക്കുക. വേണ്ട ഗോമതി, ആര് പറഞ്ഞാലും എൻ്റെ ഈ തീരുമാനത്തിൽ ഞാൻ ഒരു മാറ്റം വരുത്താൻ പോകുന്നില്ല. ഞായറാഴ്ച ചെറുക്കനും കൂട്ടരും വരും, നീ ഒരുങ്ങി നിന്നോണം എന്ന് അനുവിനോട് തീർത്ത് പറയണം കേട്ടോ. ഇത് കേൾക്കുമ്പം അനുമോൾ ആകെ ധർമ്മസങ്കടത്തിലാവുക. മീനും മിത്രയും ഒക്കെ അവൾക്ക് വേണ്ടി ബാലനോട് സംസാരിക്കുന്നുണ്ടെങ്കിലും ഞാൻ എടുത്ത ഈ തീരുമാനത്തിന് മേൽ ഇനി ആരും ഒന്നും പറയണ്ട. ഇത് ഞാൻ തീരുമാനിച്ച കാര്യം തന്നെയാണ്. ഞാൻ അന്വേഷിച്ചിടത്തോളം നല്ല പയ്യനും വീട്ടുകാരും ഒക്കെയാ. പയ്യനും ഗവൺമെന്റ് ജോലിയുണ്ട്. ഇതിൽ കൂടുതൽ ഇനി നിനക്ക് എന്താ വേണ്ടത്? നിന്റെ പഠിത്തമൊക്കെ അവർ പൂർത്തിയാക്കിക്കോളാമെന്നാ പറഞ്ഞേക്കുന്നത് എന്ന് പറയണം കേട്ടോ. അച്ഛൻ എന്നെപ്പറ്റി എന്തുമാത്രം സ്വപ്നം ഉണ്ടായിരുന്നതാ. എപ്പോഴും പറയില്ലായിരുന്നോ ഞാനൊരു IAS കാരിയായി കാണണമെന്ന്? എന്നിട്ടിപ്പം അച്ഛൻ എന്താ അച്ഛാ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ട് ബാലൻ പറയും, അതൊക്കെ പണ്ട്. എൻ്റെ മക്കളെക്കുറിച്ച് ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ആർക്കും അതൊന്നും നടപ്പാക്കാൻ കഴിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. നിന്റെ വഴി നീ തന്നെ തിരഞ്ഞെടുത്തതാ. ഇനി എന്തായാലും ഒരു ചീത്തപ്പേര് ഈ കുടുംബത്തിനുണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല. കഷ്ടപ്പെട്ട ഈ കുടുംബത്തിൻ്റെ സൽപ്പേര് ഞാൻ കാത്തു സൂക്ഷിക്കുന്നത്, അതിനൊരു അപകീർത്തി വരാൻ ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ഞായറാഴ്ച നീ ഒരുങ്ങി നിന്നോണം എന്നും പറഞ്ഞിട്ട് ബാലനകത്തേക്ക് പോവാണ് കേട്ടോ. അനുവും കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോവാം. അപ്പം മീനും മിത്രയാണെങ്കിൽ അനുവിൻ്റെ കൂടെ റൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. ഏടത്തി, എങ്ങനെയെങ്കിലും അച്ഛനോട് പറഞ്ഞ് ഈ കല്യാണം ഒന്നും വേണ്ടെന്ന് വെക്ക്. ആ ലോകവുമായിട്ട് എനിക്കിപ്പോൾ ഒരു ബന്ധമില്ല. ഞാൻ ഒരിക്കലും ഇനി ഒരു തെറ്റും ചെയ്യില്ല എന്ന് പറയും. ഞങ്ങൾ എത്ര പറഞ്ഞിട്ടും ഒരു കാര്യമില്ല അനുമോളെ. ഞങ്ങൾ പറഞ്ഞു നോക്കിയത് നീയും കണ്ടതല്ലേ. അച്ഛൻ ഷാട്ടിയും പിടിക്കുക, എത്രയും വേഗം നിന്റെ കല്യാണം നടത്തണമെന്ന്. നീ കാരണം ഇനി ഈ കുടുംബത്തിനൊരു ചീത്തപ്പേരുണ്ടാകരുതെന്നൊക്കെയാണ് അച്ഛൻ കരുതി വെക്കുന്നത്. അതിനൊരു മാറ്റം വരുത്താൻ ഞങ്ങളെക്കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് മീനു പറയണം കേട്ടോ. എൻ്റെ പഠിത്തം അതൊക്കെ മുടങ്ങില്ലേ എടത്തി എന്നും പറഞ്ഞ് മീനു വീണ്ടും കരയുക. ഏയ്, അങ്ങനെയൊന്നും മുടങ്ങില്ല. എത്ര പ്രതിസന്ധിയിലും പഠിച്ച് ജോലി മേടിക്കുന്ന എത്രയോ പെൺകുട്ടികൾ നമ്മുടെ ചുറ്റുപാടിലുണ്ട്. അങ്ങനെ മോശമൊരു സ്ഥലത്തേക്ക് നിന്നെ കല്യാണം കഴിച്ചയക്കാൻ നിന്റെ അച്ഛനും സഹോദരന്മാരും ഒരിക്കലും സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നന്നായിട്ട് അന്വേഷിച്ച് നല്ല കുടുംബമായതുകൊണ്ട് തന്നെയായിരിക്കും അച്ഛൻ ഈ ബന്ധമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്ന് മീനു സമാധാനിപ്പിക്കാനായിട്ട് പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ മിത്രയും പറയും, അതെ, ആര്യനും ആകാശേട്ടനും ഒക്കെ ഉറപ്പായിട്ടും ആ ചെറുക്കൻ്റെ വീട്ടുകാരെ പറ്റി അന്വേഷിച്ച് നല്ലതാണെ മാത്രമേ ഇത് നടത്തുള്ളൂ. മോള് സമാധാനപ്പെടുക, വരുന്നിടത്ത് വെച്ച് കാണാം. നീ ഇപ്പം പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ഞായറാഴ്ച കല്യാണമൊന്നും അല്ലല്ലോ, അവർ വന്നൊന്ന് കണ്ടിട്ട് പോട്ടെ. ഒരുങ്ങി നിൽക്ക്, വെറുതെ അച്ഛനെ കൊണ്ട് കൂടുതൽ ദേഷ്യത്തിലാക്കണ്ട എന്ന് പറയണം കേട്ടോ. അപ്പം അനുവിനാകെ സങ്കടം വരുവാണേ. എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ സങ്കടത്തോടെ അവിടെ ഇരിക്കുക. അപ്പം മീനും ഇത്രയും പുറത്തേക്ക് പോവാണ് കേട്ടോ. അപ്പം ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന സുകന്യ എങ്ങനെയെങ്കിലും രാജശ്രീയെ ഇതെല്ലാം അറിയിക്കണമെന്ന് കരുതി തന്നെ ദേവമംഗലത്തുള്ളവരുടെ കണ്ണു വെട്ടിച്ച് കൃഷ്ണമംഗലത്തേക്ക് ചെല്ലുകയാണ്. അപ്പം കൃഷ്ണമംഗലത്ത് ചെല്ലുമ്പം രാജശ്രീ ചോദിക്കും, നിന്നെ കണ്ടിട്ട് കുറേ ദിവസമായല്ലോ, നീ എന്താ ഇപ്പം ഈ വഴിക്കൊന്നും വരാത്തത്? എൻ്റെ ചേച്ചി, എനിക്ക് അവിടുന്ന് പുറത്ത് കിടക്കാൻ ഒരു അവസരം കിട്ടണ്ടേ? ഇപ്പം വളരെ അത്യാവശ്യമായിട്ട് ഒരു കാര്യം എനിക്ക് പറയേണ്ടതുകൊണ്ട് വന്നതാ ഞാൻ. അലോകിനോടൊന്ന് വിളിക്കാൻ പോലും എനിക്ക് സാധിക്കത്തില്ല. ആരെങ്കിലും കേട്ട് കഴിഞ്ഞാലേ എന്നെ പിന്നെ അവിടെ നിർത്തില്ല എന്ന് പറയാം. ഇപ്പം തന്നെ ധർമ്മേട്ടൻ അറിയാം ഞാൻ അലോകിനെ വീട്ടിൽ കയറാൻ സഹായിച്ചതെന്ന്. ധർമ്മേട്ടനത് ആരോടെങ്കിലും പറഞ്ഞാലത്തെ എൻ്റെ അവസ്ഥയെപ്പറ്റി ചേച്ചി ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാം. ധർമ്മൻ അറിഞ്ഞോ? അവനെങ്ങനെ ഇതൊക്കെ അറിഞ്ഞത് എന്ന് ചോദിക്കുക. എനിക്കറിയില്ല, ഒന്നെങ്കിൽ നമ്മൾ രണ്ടും സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്, എങ്ങനെയോ എന്തായാലും അറിയാം. എന്നെ അടിക്കാനൊക്കെ തുടങ്ങി. എല്ലാവരുടെ മുന്നിലിട്ട് എൻ്റെ സത്യാവസ്ഥ പറയൂന്ന് പറഞ്ഞതാ. ഞാൻ കാല് പിടിച്ച് കരഞ്ഞിട്ടാ ഒന്ന് ക്ഷമിച്ച് നിൽക്കുന്നത്. ഇപ്പം എന്നോട് പഴയ സ്നേഹം ഒന്നുമില്ല എന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ രാജശ്രീ പറയും, ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ധർമ്മനെ എത്രയും വേഗം നീ നിന്റെ വഴിക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ നിന്റെ നിലനിൽപ്പ് അപകടത്തിലാകും. അതുമാത്രമല്ല, ഞങ്ങളൊക്കെ നീ തന്ന വാക്കൊന്നും മറന്നിട്ടില്ലല്ലോ, അതൊന്നും നീ നടപ്പാക്കിയിട്ടുമില്ല എന്ന് പറയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊന്നും ചെയ്യാൻ പറ്റില്ല ചേച്ചി. പക്ഷേ സമയവും സന്ദർഭവും നമുക്ക് ഉചിതമായിട്ട് വരുമ്പം ഞാൻ തന്ന വാക്ക് ഉറപ്പായിട്ടും പാലിക്കും എന്ന് പറയണം കേട്ടോ.
വളരെ അത്യാവശ്യമായിട്ടൊരു കാര്യം ചേച്ചിയോട് പറയാനായിട്ടാണ് ഞാൻ വന്നത്. എന്താടി, എന്താ കാര്യം എന്ന് രാജശ്രീ അപ്പം ചോദിക്കും. അവിടെ ആ അനുശ്രീക്ക് കല്യാണം ആലോചിക്കുക. അനുവിന് കല്യാണം ആലോചിക്കുവോ? അതെങ്ങനെ ശരിയാകും? അനുശ്രീ ജീവിക്കേണ്ടത് കൃഷ്ണമംഗലത്തല്ലേ, അലോകിന്റെ ഭാര്യയായിട്ട്. അപ്പം അവൾക്ക് വേറൊരു ചെറുക്കനെ ആലോചിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയാകില്ലല്ലോ എന്ന് പറയാം. എൻ്റെ ചേച്ചി ബാലേട്ടൻ രണ്ടും കൽപ്പിച്ച. ഗോമതി ചേച്ചിയും ആ മീനാക്ഷി മിത്രയും ഒക്കെ കുറേ പറഞ്ഞു അനുവിനെ ഇപ്പം കല്യാണം കഴിപ്പിച്ച് അയക്കേണ്ടെന്ന്. പക്ഷെ ആര് കേൾക്കാൻ? ഈ ഞായറാഴ്ച ചെറുക്കനും കൂട്ടരും അനുവിനെ കാണാൻ വരുന്നുണ്ട്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും വേഗം കല്യാണം നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓഹോ, അപ്പം വേഗം വേഗം കാര്യങ്ങളൊക്കെ നടപ്പാക്കുവാണല്ലേ ഗോമതി സ്റ്റോഴ്സ് ബാലൻ. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. അലോക് ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. എത്രയും വേഗം അലോകിനെ ഇതൊക്കെ അറിയിക്കണം. എൻ്റെ മോനെ തല്ലിയിട്ട് അങ്ങനെ ഇപ്പം അവിടെ ഉള്ളവർ സമാധാനത്തോടെ ജീവിക്കേണ്ട. അവരുടെ സൽപ്പേരും അഭിമാനവും കാത്തു സൂക്ഷിക്കാനായിരിക്കുമല്ലോ അനുവിനെ ഇത്രയും വേഗം കല്യാണം കഴിച്ച് അയക്കുന്നത്. അതില്ലാതാക്കണം. അനു ഇവിടെ തന്നെ വരണം. അതാ ബാലിന് കിട്ടുന്ന ഒരു അടി തന്നെ ആയിരിക്കും എന്നൊക്കെ രാജശ്രീ പറയൂ കേട്ടോ. അപ്പം സുകന്യ പറയും, എൻ്റെ ചേച്ചി എനിക്ക് പറ്റുന്ന പോലെ എന്ത് സഹായവും ഞാൻ ചെയ്തു തരാം. അനുശ്രീ കൃഷ്ണമംഗലത്ത് മരുമോളായി വരണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് ചേച്ചിക്കറിയാലോ. അലോകിനോട് ഈ കാര്യങ്ങളൊക്കെ ചേച്ചി പറയണം എന്ന് പറയണം കേട്ടോ. രാജശ്രീ പറയും, അലോകന് ഇവിടെ ഉണ്ടല്ലോ, നീ തന്നെ കാര്യങ്ങളൊക്കെ അവനോട് പറയാം. നമുക്ക് രണ്ടുപേർക്കും കൂടി അവൻ്റെ റൂമിലേക്ക് പോകാം എന്നും പറഞ്ഞ് അലോകിൻ്റെ അടുത്തേക്ക് ചെല്ലുക. അപ്പം റൂമിൽ അലോക് ഫോൺ നോക്കിയിരിക്കുക. അത് കാണുന്ന സുകന്യ പറയും, ഓ നീ ഇവിടെ ഫോൺ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണല്ലേ എന്ന് ചോദിക്കുക. എന്താ ചേച്ചി, എന്താ കാര്യം എന്ന് അപ്പം അലോക് ചോദിക്കും. എടാ, അവിടെ നടക്കുന്ന കാര്യങ്ങൾ വല്ലതും നീ അറിയുന്നുണ്ടോ? അനുശ്രീയുടെ കല്യാണമാ. അത് കേൾക്കുന്ന അലോക് ഞെട്ടി നിൽക്കുക. അനുശ്രീയുടെ കല്യാണമോ? എന്തൊക്കെയാ സുകന്യ ചേച്ചി പറയുന്നത് എന്ന് ചോദിക്കുക. ഞാൻ പറയുന്നത് സത്യമാ. അവിടെ ബാലേട്ടൻ അനുശ്രീക്ക് വേണ്ടി വിവാഹം ആലോചിച്ചുകൊണ്ടിരിക്കുക. ഞായറാഴ്ച ചെറുക്കനും കൂട്ടരും അവളെ കാണാനായിട്ട് വരും എന്ന് പറയാം. അതിന് അവൾ സമ്മതിച്ചോ കല്യാണത്തിന് എന്ന് ചോദിക്കുക. അവളുടെ സമ്മതമൊക്കെ ആർക്ക് വേണം? അവളെ ഇപ്പം അവിടെ ഉള്ളവരൊന്നും തിരിഞ്ഞു പോലും നോക്കാറില്ല. ആകെ ആ മീനാക്ഷി മിത്രയും ചെന്ന് സംസാരിക്കും, പിന്നെ ദേവി സംസാരിക്കും. മറ്റുള്ളവരൊക്കെ അവളുടെ മുഖത്ത് പോലും നോക്കിയിട്ട് ദിവസങ്ങളായി എന്ന് പറയാണ്. നിന്നെ ആ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തിയത് അവളാണെന്ന അവിടെ ഉള്ളവരൊക്കെ കരുതി വെച്ചിരിക്കുന്നത്. അത് എനിക്കെന്തായാലും ഗുണം ചെയ്തതേ ഉള്ളൂ എന്ന് സുകന്യ പറയാം. അതുകൊണ്ട് അവളിനി എന്തോരം എതിർത്താലും ബാലേട്ടൻ ഉറപ്പായിട്ടും ഈ കല്യാണം നടത്തും. രണ്ടും കൽപ്പിച്ച ബാലേട്ടൻ ഇറങ്ങിയിരിക്കുന്നത് എന്ന് പറയാം. അത് കേൾക്കുന്ന അലോകന് നല്ല ദേഷ്യം വരികയാണ്. എൻ്റെ കവള് തടച്ചിട്ട് അവൾ അങ്ങനെ വെല്ലവൻ്റെ ഭാര്യയായിട്ട് സുഖമായിട്ട് ജീവിക്കണ്ട. അവള് ഇവിടെ വരണം എൻ്റെ കാൽച്ചുവട്ടിൽ. ഞാൻ അവളെ ഉപദ്രവിക്കുന്നത് കണ്ട് വേദനിച്ച് അവളുടെ ഏട്ടന്മാരും ആ ബാലനുണ്ടല്ലോ, ഗോമതി സ്റ്റോർ ബാലൻ, അവനും വേദനിക്കുന്നത് എനിക്ക് കാണണം. അവരൊക്കെ എന്നെ എന്തുമാത്രം ഉപദ്രവിച്ചതാ എന്ന് പറയാണ് കേട്ടോ. അവരും നിന്നെ ഉപദ്രവിച്ചെന്നോ? നീ എന്താ ഇടാ പറയുന്നത്? സത്യം പറ, നീ ആ ദേവമംഗലത്തുള്ളവരുമായിട്ട് വഴക്കുണ്ടാക്കി വന്നാണോ നിന്റെ കൈയൊക്കെ ഒടിഞ്ഞത് എന്ന് ഇപ്പം രാജശ്രീ ചോദിക്കുക. അതൊന്നും അല്ലമ്മേ, ഞാൻ അന്ന് അവിടെ ചെന്നപ്പോഴത്തെ കാര്യങ്ങൾ പറഞ്ഞതാ എന്ന് പറയാം. അവൾ ഇവിടെ വരണം. അവളെ വേദനിപ്പിക്കുന്നത് കണ്ട് അവളുടെ കുടുംബം സങ്കടപ്പെടണം. ഒന്നും ചെയ്യാൻ കഴിയാതെ അവർ നിസ്സഹായരായി നോക്കി നിൽക്കണം. എങ്കിലേ എൻ്റെ മനസ്സിലെ പകയടങ്ങൂ എന്ന് അലോക് പറയാണ്. അപ്പം സുകന്യ പറയും, നീ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ന് പറയാം. അവളെ നീ വിളിക്കണം എന്ന് പറയണം. അതിന് ഞാൻ വിളിച്ചാൽ അവളിപ്പോൾ ഫോൺ പോലും എടുക്കില്ലല്ലോ എന്ന് അപ്പം അലോക് പറയാം. എടാ, നീ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്തതൊന്നും നടക്കാൻ പോകുന്നില്ല. എന്തായാലും ഇനി അവൾ നിന്റെ വഴിക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്റെ പേര് കേൾക്കുന്നത് പോലും അവൾക്ക് വളരെ ദേഷ്യമാണ് എന്ന് സുകന്യ പറയാം. അപ്പം രാജശ്രീ പറയും, ഇനിയിപ്പം എന്താ ചെയ്യുക എന്ന് ചോദിക്കും. ഇനി നമ്മുടെ വഴിക്ക് അവൾ വന്നില്ലെങ്കിൽ അവളെ നമ്മുടെ വഴിക്ക് വരുത്തണം എന്ന് പറയണ. ഇത്രയും നാളും നിങ്ങൾ പ്രണയിച്ച് നടന്നതിൻ്റെ എന്തെങ്കിലുമൊക്കെ തെളിവുകൾ നിന്റെ കയ്യിൽ ഉണ്ടാവില്ലേ എന്ന് സുകന്യ അലോകിനോട് ചോദിക്കുക. അത് പിന്നെ ചേച്ചി ഫോട്ടോസൊക്കെ ഉണ്ട് എന്ന് പറയണം. ആ ഫോട്ടോസൊക്കെ വെച്ച് അവളെ ഭീഷണിപ്പെടുത്തണം. നിന്റെ കൂടെ ഇറങ്ങി വന്നില്ലെങ്കിൽ ആ ഫോട്ടോകൾ മോർഫ് ചെയ്ത് നാട് നീളെ കാണിക്കുമെന്ന് പറഞ്ഞ് അപമാനിച്ചാൽ അവൾ ഉറപ്പായിട്ടും ഇറങ്ങി വരില്ലേ? മാനത്തിന് അത്രയേറെ വില കൽപ്പിക്കുന്നവളാ അനു എന്ന് പറയണം കേട്ടോ. അത് കേൾക്കുമ്പം അലോക് പറയും, അത് നല്ലൊരു ഐഡിയ തന്നെയാണ്. അങ്ങനെ എന്തെങ്കിലും ചെയ്യണം ചേച്ചി, എങ്കിൽ മാത്രമേ അവൾ ഇറങ്ങി വരുള്ളൂ. അവൾ എൻ്റെ കൂടെ ഇറങ്ങി വന്ന് എന്നെ കല്യാണം കഴിച്ചാൽ അത് ദേവമംഗലത്തുകാർക്ക് കിട്ടാൻ പോകുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു അപമാനമാണ്. പിന്നെ ഒരിക്കലും ഗോമതി സ്റ്റോർ ബാലൻ്റെ തല ഉയർത്തി നിൽക്കാൻ സാധിക്കില്ല. കൃഷ്ണമംഗലത്തുകാരുടെ മുന്നിൽ പൂർണ്ണമായിട്ടും അയാളും കുടുംബവും എന്നേക്കുമായി അടിയറവ് പറയും എന്ന് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ രാജശ്രീക്കും ഒരുപാട് സന്തോഷം വരികയാണ്. എത്ര തവണ നമ്മളുടെ മുന്നിൽ അവർ ജയിച്ചു നിൽക്കുന്നു, ഇനി അവർ ജയിക്കാൻ പാടില്ല. നമ്മൾ കൊടുക്കുന്ന ഈ അടി അവരുടെ തലയ്ക്ക് തന്നെ ആയിരിക്കണം. ഒരിക്കലും
അപമാന ഭാരത്താൽ നമ്മളെ തല ഉയർത്തി നോക്കാൻ പറ്റാത്ത വിധം അവര് തല കുനിച്ചു നിൽക്കണം എന്നൊക്കെ രാജശ്രീയും പറയാണ് കേട്ടോ. അപ്പോൾ സുകന്യ പറയും, എങ്കിൽ ചേച്ചി ഞാൻ പോവാ, കാര്യങ്ങളൊക്കെ ഞാൻ അപ്പ അറിയിക്കാം, എന്താണെന്ന് വെച്ചാൽ നീ എത്രയും വേഗം ചെയ്യണം, അല്ലെങ്കിൽ കാര്യങ്ങൾ നമ്മുടെ കൈവിട്ടു പോകും എന്ന് പറയണം കേട്ടോ. അങ്ങനെ എല്ലാ കാര്യങ്ങളും അലോകനെ അറിയിച്ചതിന് ശേഷം സുകന്യ സന്തോഷത്തോടു കൂടി ദൈവമംഗലത്തേക്ക് ചെല്ലുവാണ്. ഇതേ സമയം ഞായറാഴ്ച തന്നെ ചെറുക്കനും കൂട്ടരും നമ്മുടെ അനുവിനെ കാണാനായിട്ട് വരികയാണ്. അപ്പം സംസാരിച്ചൊക്കെ കഴിയുമ്പം ബാലനും കുടുംബത്തിനും ചെറുക്കനെയും കുടുംബവും ഒക്കെ നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെടുകയാണ്. നല്ല പക്വതയുള്ള പെരുമാറ്റവും ഒക്കെ അനുവിന് നന്നായിട്ട് ചേർന്ന പയ്യനാണെന്ന് എല്ലാവർക്കും തോന്നുവാണ് കേട്ടോ. അപ്പം വിവാഹത്തിന് വേറൊരു തടസ്സവുമില്ല, രണ്ടു കൂട്ടർക്കും പരസ്പരം ഇഷ്ടമായതുകൊണ്ട് തന്നെ ചെറുക്കൻ്റെ വീട്ടിലേക്ക് ചെല്ലാൻ ക്ഷണിച്ചിട്ടാണ് അവരെല്ലാവരും പോകുന്നത്. അപ്പം പോയി കഴിയുമ്പോൾ ബാലൻ ഗോമതിയോടും മക്കളോടും ചോദിക്കുന്നുണ്ട്, ഈ വിവാഹ ബന്ധുവായിട്ട് നമുക്ക് മുന്നോട്ട് പോകാല്ലേ, എനിക്ക് നന്നായിട്ട് ബോധിച്ചിട്ടുണ്ട്, അനുവിന് നന്നായിട്ട് ചേരുന്ന പയ്യൻ, വീട്ടുകാരാണെങ്കിലും നല്ല പെരുമാറ്റമാ എന്ന് പറയാണ്. അത് കേൾക്കുന്ന ഗോമതിയും പറയും, അത് ബാലേട്ടൻ പറഞ്ഞത് ശരിയാ, സംസാരിച്ചപ്പോൾ തന്നെ എനിക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, അനുക്കുട്ടിക്ക് നന്നായിട്ട് ചേരും ആ പയ്യൻ, രണ്ടുപേരും നിൽക്കുന്നത് കണ്ടാൽ അത്രയ്ക്ക് ചേർച്ചയാ എന്ന് പറയണേ. അത് കേൾക്കുമ്പോൾ ആര്യനും ആകാശം പറയും, അമ്മ പറഞ്ഞ അതേ അഭിപ്രായമാണ് ഞങ്ങൾക്കും, അച്ഛനും ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഈ ബന്ധമായിട്ട് നമുക്ക് മുന്നോട്ട് തന്നെ പോകാം അല്ലേ മാമ എന്ന് മാമനോട് ചോദിക്കാം. അപ്പം ധർമ്മനും പറയും, അനുമോക്ക് ചേരുന്ന ബന്ധം തന്നെയാ, പക്ഷേ അളിയ അവൾ പഠിക്കുന്ന കുട്ടിയല്ലേ, അവളുടെ പഠിപ്പ് നിർത്തിയിട്ട് വേണോ ഇങ്ങനൊരു കല്യാണം എന്ന് ചോദിക്കുക. അതിന് അവളുടെ പഠിത്തമൊന്നും നിർത്തുന്നില്ലല്ലോ, അവർ പറഞ്ഞില്ലേ കല്യാണം കഴിഞ്ഞതിന് ശേഷവും അവളെ പഠിപ്പിച്ചോളാന്ന്, എത്ര വേണേലും പഠിപ്പിക്കാന്ന് പറഞ്ഞില്ലേ എന്ന് പറയാണ് കേട്ടോ. അപ്പം ധർമ്മം പറയും, അങ്ങനെ എത്ര പേര് പറയുന്നുണ്ട് അളിയ, പക്ഷേ കല്യാണത്തിന് ശേഷം പഠിപ്പിക്കുന്നവരൊക്കെ ചുരുക്കമല്ലേ എന്ന് ചോദിക്കുക. ഇതങ്ങനെയല്ല, വിദ്യാഭ്യാസമുള്ള കുടുംബമാണ്, അങ്ങനെയുള്ളപ്പം വിദ്യാഭ്യാസത്തിൻ്റെ വില ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് തന്നെ അവൾ നന്നായിട്ട് പഠിപ്പിച്ചോളും, ഇല്ലെങ്കിൽ നമ്മളൊക്കെ ഉണ്ടല്ലോ വെറുതെ കല്യാണം കഴിച്ചയച്ചിട്ട് നോക്കിയിരിക്കുമൊന്നും ഇല്ലല്ലോ നമ്മൾ എന്ന് ബാലൻ പറയണം. അങ്ങനെ ധർമ്മന് പിന്നെ ചോദിക്കാൻ ഒരു അവസരം പോലും കൊടുക്കാതെ ബാലൻ പഴുതുകൾ അടച്ചാട്ടോ സംസാരിക്കുന്നത്. എന്തായാലും ഈ ബന്ധമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിക്കുകയാണ് നമ്മുടെ ബാലനും കുടുംബവും. അപ്പം അനുമോളോട് ആരും സമ്മതം പോലും ചോദിക്കുന്നില്ല. അപ്പം മീനുവും മിത്രയൊക്കെ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം അനുവിൻ്റെ റൂമിലേക്ക് ചെല്ലുക, എന്നിട്ട് ചോദിക്കും, മോക്ക് ഇപ്പോൾ ഒരു കല്യാണത്തിന് സമ്മതമാണോ എന്ന് മീന് ചോദിക്കും കേട്ടോ. മീന് ചേച്ചി, എൻ്റെ അവസ്ഥ ചേച്ചിക്ക് അറിയാലോ, ഒരു വലിയ അപകടത്തിൽ നിന്ന് പുറത്ത് കടന്നതേ ഉള്ളൂ ഞാൻ, അലോകിനെ മനസ്സറിഞ്ഞ ഞാൻ സ്നേഹിച്ചത്, പക്ഷേ എൻ്റെ മനസ്സിൽ ഇപ്പോൾ അവന് ഒരു കടുകുമണിയോളം പോലും സ്ഥാനമില്ല, എങ്കിലും ഒരു കല്യാണത്തിനൊന്നും ഞാനിപ്പോൾ ഒരുക്കമല്ല ചേച്ചി, പഠിത്തത്തെക്കുറിച്ച് മാത്രമേ ഞാനിപ്പോൾ ചിന്തിക്കുന്നുള്ളൂ എന്ന് അനുമോള് പറയാണ്. ഇത്ര പറയും, ഞങ്ങൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല അനു, ഞങ്ങൾ പറഞ്ഞതാ, പക്ഷെ അങ്കിള് എതിർക്കത്തേ ഉള്ളൂ, എത്രയും വേഗം ഈ കല്യാണം നടത്തണമെന്ന അങ്കിള് പറയുന്നത് എന്ന് പറയണ. സാരമില്ല, അച്ഛന് എന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ടാണ്, എൻ്റെ അച്ഛൻ്റെ വിശ്വാസം ഞാനായിട്ട് ഇനി നഷ്ടപ്പെടുത്തില്ല, ഈ കല്യാണം നടന്നു കഴിഞ്ഞാൽ എൻ്റെ അച്ഛന് എന്നോടുള്ള സ്നേഹം തിരിച്ചു വരുമെങ്കിൽ കല്യാണത്തിന് എനിക്ക് സമ്മതമാണ്, ഞാനായിട്ട് ഒരു എതിർപ്പുകളും ഉണ്ടാക്കില്ല, സന്തോഷത്തോടു കൂടി ഞാൻ കല്യാണത്തിന് സമ്മതിക്കും എന്ന് അനു പറയാണ് കേട്ടോ. അപ്പം അനുവിൻ്റെ മനസ്സിലെ സങ്കടങ്ങളൊക്കെ മീനുവിനും ഇത്രയ്ക്കും മനസ്സിലാകുന്നുണ്ടെങ്കിൽ പോലും ഒന്നും ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് അവരവിടുന്ന് പോവാണ്. ഇതേ സമയം പലപ്പോഴായിട്ട് അലോക് നമ്മുടെ അനുവിനെ വിളിക്കുക, പക്ഷേ അലോകിൻ്റെ ഫോണുകളെല്ലാം നമ്മുടെ അനു ഒഴിവാക്കി വിടുകയാണ് കേട്ടോ. അപ്പം ഈ കാര്യം അറിയുന്ന സുകന്യ അനുവിൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണ്. എങ്കിലും അനു, നീ എത്ര വലിയ ചതിയാണ് ചെയ്തത് എന്ന് സുകന്യ ചോദിക്കുക. എന്താ ചേച്ചി എന്ന് അപ്പം അനു സുകന്യയോട് ചോദിക്കും. അല്ല, ആ അലോകിന് നിന്നോട് എന്ത് സ്നേഹമായിരുന്നു, അവനെ ഒഴിവാക്കിക്കൊണ്ട് ഇത്ര വേഗം അച്ഛൻ കൊണ്ടുവന്ന കല്യാണത്തിന് സമ്മതിക്കാൻ നിനക്ക് എങ്ങനെ സാധിക്കുന്നു? ആ ചെറുക്കൻ നിന്റെ കല്യാണക്കാരും അറിഞ്ഞ് അവിടെ ഒരു സമാധാനം ഇല്ലാതെ നടക്കുവാണെന്ന് രാജശ്രീ ചേച്ചി പറഞ്ഞത്. ഊണുമില്ല ഉറക്കവും ഇല്ല, എപ്പോഴും അനു അനു എന്നൊരു ചിന്ത മാത്രമേ ഉള്ളെന്ന്, നിനക്ക് ഇവിടെ ഒരു സങ്കടവും ഇല്ലല്ലോ എന്ന് ചോദിക്കുക. ദേ ചേച്ചി, ചേച്ചിയോട് ഞാനിപ്പോൾ 100 തവണ പറഞ്ഞു അവൻ്റെ ഭാഗം സംസാരിക്കാനായിട്ട് എൻ്റെ അടുത്തേക്ക് വരണ്ടെന്ന്, അവൻ ചെയ്തു കൂട്ടിയതൊന്നും ഞാൻ മറന്നിട്ടില്ല, എത്ര തവണ ഈ വീട്ടിൽ കയറരുതെന്ന് അവനോട് ഞാൻ പറഞ്ഞതാ, എന്നിട്ട് ഇവിടെ വന്ന് ഇക്കണ്ട പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത് അവൻ ഒറ്റ ഒരുത്തനാ, അവൻ കാരണമാണ് എൻ്റെ അച്ഛന് എന്നോടുള്ള വിശ്വാസവും സ്നേഹവും ഒക്കെ നഷ്ടപ്പെട്ടത്, ഇപ്പം ഇങ്ങനൊരു ആലോചന വരാൻ തന്നെ കാരണക്കാരൻ ആരാ, അവനാ എന്ന് പറയണം. അപ്പോൾ സുകന്യ പറയും, അവൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്നും കരുതി എല്ലാ തെറ്റുകളും നീ അവൻ്റെ മേലെ വെക്കുന്നതും ശരിയല്ല അനു, നിന്റെ ഭാഗത്തും തെറ്റുകളില്ലേ, എത്ര തവണ ആ ചെറുക്കൻ മാപ്പ് പറയണമെന്ന് പറഞ്ഞ് നിന്നെ വിളിച്ചു, ഒരു തവണയെങ്കിലും ശാന്തതയോടെ അവൻ പറയുന്നത് കേൾക്കാൻ നീ കൂട്ടാക്കിയതോ, അതുകൊണ്ടല്ലേ അവൻ ഇങ്ങോട്ടേക്ക് കയറി വന്നത്, അതും നിന്നോടുള്ള സ്നേഹം കാരണമല്ലേ, അവസാനം സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ലേ ദേവിയെ ചവിട്ടിയതും ഒക്കെ, അതിനുള്ള ശിക്ഷ അപ്പം തന്നെ മീനാക്ഷി അവന് കൊടുക്കുകയും ചെയ്തില്ലേ, അവൻ്റെ തലക്കടിച്ച് എത്ര നേരം ബോധമില്ലാതെ ആ പാവം ചെറുക്കൻ ഇവിടെ കിടന്നത് എന്ന് ചോദിക്കാം. ഇപ്പം നിന്റെ കല്യാണക്കാരി പറഞ്ഞിട്ട് അവൻ
ആകെ സങ്കടമാണെന്നാണ് രാജശ്രീ ചേച്ചി പറഞ്ഞത്. പാവം രാജശ്രീ ചേച്ചിക്ക് ആകെയുള്ള ഒറ്റ മോന, ഊണും ഉറക്കവും ഇല്ലാത്ത അവന്റെ അവസ്ഥ കണ്ടിട്ട് ചേച്ചിക്ക് സങ്കടം സഹിക്ക വയ്യാതെയാ എന്നോട് പറഞ്ഞത്. എന്താ കാര്യമൊന്നും അറിയില്ല എന്നാ ചേച്ചി എന്നോട് പറഞ്ഞത്. പക്ഷെ എനിക്ക് കാര്യം മനസ്സിലായി. ഇനിയും നീ അവനെ ഇങ്ങനെ അവഗണിക്കരുത്. നീ വേറെ കല്യാണം കഴിച്ചു പോവാണെ, പക്ഷെ അവൻ ഫോൺ വിളിക്കുമ്പം എടുത്ത് ഒന്ന് സംസാരിക്കാനുള്ള മര്യാദയെങ്കിലും നീ കാണിക്കണം. അത്രയ്ക്കെങ്കിലും ദയ നീ കാണിക്കാനോ? ഒന്നുമല്ലേലും നിങ്ങൾ രണ്ടുപേരും സ്നേഹിച്ചതല്ലേ, രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുകളില്ലേ എന്ന് ചോദിച്ചിട്ട് സുകന്യ അവിടുന്ന് പോവാണ് കേട്ടോ. അപ്പം അനു അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ ചിന്തിക്കുക. എന്തായാലും അലോക് ഇനി വിളിക്കുമ്പം അവനെ ഫോൺ എടുത്ത് സംസാരിക്കാമെന്ന് തന്നെ അനു തീരുമാനിക്കുകയാണ് കേട്ടോ. അനുവിന്റെ നിൽപ്പും ഭാവവും കാണുമ്പോൾ സുകന്യയ്ക്കും അത് ബോധ്യപ്പെടുകയാണ്. അലോക് പിന്നെ വിളിക്കുമ്പോഴത്തേക്കും നമ്മുടെ അനു ഫോൺ എടുക്കുക. എന്നിട്ട് പറയും, നിനക്ക് എന്താ വേണ്ടത്? നീ എന്തിനാ എന്നെ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്തത്? എന്നോട് ചെയ്തു തന്ന ഉപദ്രവമൊന്നും പോരാഞ്ഞിട്ടാണോ വീണ്ടും വീണ്ടും പിന്നാലെ ഫോൺ വിളിച്ച് ശല്യപ്പെടുത്തുന്നത് എന്ന് അനു ചോദിക്കുക. അത് കേൾക്കുന്ന അലോക് പറയും, വളരെ സങ്കടത്തോടു കൂടിയാണ് കേട്ടോ സംസാരിക്കുന്നത്. നിന്റെ വിവരങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. നിനക്കെന്നെ വേണ്ടെന്നായാലും നീ ഇല്ലാതൊരു ജീവിതത്തെ പറ്റി എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. എന്നെ മറന്ന് മറ്റൊരു പുരുഷന്റെ മുന്നിൽ തല കുനിച്ചു കൊടുക്കാൻ നിനക്ക് എങ്ങനെ സാധിക്കുന്നതേ? മറ്റൊരാളുടെ താലി നിന്റെ കഴുത്തിൽ വീണാൽ ആ നിമിഷം ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് പറയാം. നീ എന്ത് വേണേലും ചെയ്യാം. നിന്റെ ഒരു വാചകത്തിലും ഞാൻ ഇനി വീഴത്തില്ല. എൻ്റെ അച്ഛനാ എനിക്ക് വലുത് എന്ന് അനു പറയാണ്. ഹോ, എന്നോടുള്ള സ്നേഹമൊക്കെ അപ്പം വെറുതെ ആയിരുന്നല്ലേ? അച്ഛനും അങ്ങളമാരും അപ്പോഴും ഉണ്ടായിരുന്നല്ലോ എന്ന് ചോദിക്കാം. ദേ അലോകെ, നീ എന്തൊക്കെ ഇവിടെ ചെയ്തു കൂട്ടിയതെന്നുള്ള കാര്യം ഞാൻ മറന്നിട്ടില്ല. എൻ്റെ ഏടത്തിക്കും ഏട്ടനും കുഞ്ഞിനെ നഷ്ടപ്പെടുത്തി, എൻ്റെ അമ്മയെ കൊല്ലാൻ നോക്കി. ഇതൊക്കെ മറന്നുകൊണ്ട് വീണ്ടും ഞാൻ നിന്റെ പ്രണയവലയിൽ വീഴുമെന്നാണോ നീ കരുതിയിരിക്കുന്നത്? ഈ അനു ഒരു പൊട്ടിയാണെന്നാണോ നീ കരുതിയിരിക്കുന്നത് എന്ന് ചോദിക്കുക. നിന്നെ എനിക്ക് കാണുക പോലും വേണ്ട. നിന്നെ സ്നേഹിച്ചു പോയത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. മേലിൽ എന്നെ ഇനി ഫോൺ വിളിച്ചു പോയേക്കരുത് എന്നും പറഞ്ഞ് കട്ട് ചെയ്യുവാണ് കേട്ടോ. അപ്പൊ അലോകിന് നല്ല ദേഷ്യം വരികയാണ്. അലോക് പെട്ടെന്ന് തന്നെ ഒരു സുഹൃത്തിനെ വിളിക്കുകയാണേ. സുഹൃത്തിനെ വിളിച്ചിട്ട് അനുവിന്റെ കുറച്ച് ഫോട്ടോസ് അയച്ചു കൊടുക്കുക. ഇത് എത്രയും വേഗം മോർഫ് ചെയ്ത് തിരിച്ചയക്കണമെന്ന് പറയാണ് കേട്ടോ. നിന്നെ എങ്ങനെ എൻ്റെ വഴിയിൽ കൊണ്ടുവരണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാടി. നീ ഇനി എൻ്റെ കൂടെ ജീവിച്ചാൽ മതി. നിന്റെ അച്ഛൻ്റെ അഭിമാനം അതെങ്ങനെ ഇല്ലാതാക്കണമെന്നും എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയണേ. അത് കഴിഞ്ഞ് കുറച്ച് ദിവസത്തേക്ക് അലോകിന്റെ ഭാഗത്തു നിന്ന് ഒരു ശല്യവും ഇല്ലാതിരിക്കുമ്പം അനു സമാധാനപ്പെടുക. പക്ഷെ അലോക് വീണ്ടും അനുവിനെ ഫോൺ വിളിക്കുകയാണ്. പക്ഷെ അനു എടുക്കുന്നില്ല. അപ്പോഴാണ് വാട്സപ്പിൽ കുറേ മെസ്സേജുകൾ വരുന്നത്. അത് ഓൺ ചെയ്ത് നോക്കുമ്പം കുറച്ചധികം അനുവിൻ്റെ ഫോട്ടോകളാണ് കേട്ടോ. എല്ലാം മോർഫ് ചെയ്ത ഫോട്ടോകളാണ്. അത് കാണുന്ന അനു ഞെട്ടിത്തരിച്ച് നിൽക്കുക. അന്നേരം ഒരു വോയിസ് മെസ്സേജ് അയക്കുകയാണ് നമ്മുടെ അലോക്. എന്നിട്ട് പറയും, ഈ ഫോട്ടോകൾ ഈ നാട് നീളെ കാണും. നീ എൻ്റെ കൂടെ ഇറങ്ങി വന്നില്ലെങ്കിൽ, മര്യാദയ്ക്ക് എൻ്റെ കൂടെ ഇറങ്ങി വന്ന് എന്നെ കല്യാണം കഴിച്ചാൽ നിനക്ക് സമാധാനത്തോടെ ജീവിക്കാം. നിന്റെ അച്ഛൻ്റെ ഏട്ടന്മാരുടെയും അമ്മയുടെയൊക്കെ അഭിമാനം ഉയർന്നു തന്നെ നിൽക്കും. ഇല്ലെങ്കിൽ നിന്റെ ഈ ഫോട്ടോകൾ ഈ നാട് മുഴുവനും കാണും. മകളുടെ ലീലാവിലാസങ്ങൾ കണ്ട് അച്ഛനും അമ്മയും തല ഉയർത്തി നിൽക്കാൻ സാധിക്കാതെ നിന്റെ അച്ഛൻ ചിലപ്പം ആത്മഹത്യ ചെയ്താം. അത് വേണോ എന്ന് ചോദിക്കാം. അത് കേൾക്കുന്ന അനു ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അനുവിന് എന്ത് ചെയ്യണമെന്നറിയാതെ സങ്കടപ്പെട്ട് നിൽക്കുക. നീ എന്തൊക്കെ അലോകെ ചെയ്തു കൂട്ടുന്നത്? എന്നോട് ഇത്രയും വലിയൊരു ചതി ചെയ്യാൻ നിനക്ക് എങ്ങനെ സാധിച്ചു? ഞാൻ നിന്നെ ആത്മാർത്ഥമായിട്ടല്ലേടാ സ്നേഹിച്ചത്. എൻ്റെ സ്നേഹം നിനക്ക് വെറും ഒരു പ്രതികാരം വീട്ടാനുള്ളത് മാത്രമായിരുന്നല്ലേ? അതുകൊണ്ടല്ലേ എന്നോട് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ നിനക്ക് സാധിക്കുന്നത് എന്ന് ചോദിക്കാം. അപ്പൊ അലോകിന്റെ തനി നിറം പുറത്തു വരികയാണ് കേട്ടോ. അലോക് പറയും, അതേടി, നീ എന്താ കരുതിയത്? നിന്നോട് എനിക്ക് ആത്മാർത്ഥ പ്രണയമാണെന്നോ? ദേവമംഗലത്തെ ആ ബാലന്റെ മകളെ സ്നേഹിക്കാൻ മാത്രം ഗതികെട്ടിട്ടില്ലടി കൃഷ്ണമംഗലത്തെ ഈ അലോക്. എൻ്റെ അച്ഛനെയും വെല്ലിച്ചനെയും ഈ കുടുംബത്തെയും എല്ലാം അപമാനിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയതല്ലേ നിന്റെ അമ്മ. ആ പ്രതികാരവും ദേഷ്യവും ഇപ്പോഴും എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഉണ്ട്, എനിക്കും ഉണ്ടടി. നീ എൻ്റെ വഴിക്ക് വന്ന് എൻ്റെ വീട്ടിൽ ജീവിച്ച അത് അവർക്ക് കിട്ടാൻ പോകുന്നതിൽ വെച്ച് ഏറ്റവും വലിയ തിരിച്ചടിയാണ്. അതുകൊണ്ട് തന്നെയാണ് നിന്നെ ഞാൻ സ്നേഹിക്കുന്നത് പോലെ അഭിനയിച്ചത്. ഈ ഫോട്ടോകൾ നാടാകെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പോലെ മര്യാദയ്ക്ക് നിന്നോ. ഇല്ലെങ്കിൽ നിന്റെ വീട്ടുകാര് നിന്റെ ഈ രൂപം കണ്ട് നാണം കെട്ട് മരിക്കുന്നത് നീ നിന്റെ കൺമുന്നിൽ കാണും എന്ന് പറയണം കേട്ടോ. അപ്പൊ ആകെ അനു പേടിച്ച് വിറങ്ങലിച്ച് നിൽക്കുകയാണ്. അത്രയേറെ അഭിമാനം കാത്തു സൂക്ഷിക്കുന്ന തൻ്റെ അച്ഛൻ ഈ ഫോട്ടോകൾ കണ്ട ഉറപ്പായിട്ടും ആത്മഹത്യ ചെയ്യുന്ന അനുമോക്ക് ഉറപ്പാകും. അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു നിമിഷം പോലും തൻ്റെ അമ്മ ജീവിച്ചിരിക്കില്ല എന്നും തൻ്റെ കുടുംബം മുഴുവനും ശിഥിലമായി പോകുമെന്നും അനുമോക്ക് ബോധ്യപ്പെടുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ വിറങ്ങലിച്ച് നിൽക്കുകയാണ് നമ്മുടെ അനു. ആരോടും ഒന്നും പറയാൻ കഴിയാതെ ആകെ സങ്കടപ്പെട്ട്. അപ്പൊ അനുവിൻ്റെ ഈ മട്ടും ഭാവമൊക്കെ മീനു ശ്രദ്ധിക്കുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ അനുവിൻ്റെ അടുത്ത് ചെന്ന് മീനു സംസാരിക്കും. നിനക്ക് എന്താ അനുമോളെ പറ്റിയത്? ആദ്യമൊന്നും ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ, ഇപ്പം എപ്പോഴും ഒരു പേടിച്ച ഭാവമാണല്ലോ എന്ന് ചോദിക്കുക. എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല, ചേച്ചി പേടിക്കണ്ട എന്ന് പറഞ്ഞ് മീനുവിനെ സമാധാനിപ്പിക്കാൻ അനു നോക്കൂട്ടോ. പക്ഷെ ഓരോ നിമിഷവും ഫോണിൽ ഒരു മെസ്സേജ് വരുമ്പോൾ പോലും ഞെട്ടിയാണ് നമ്മുടെ അനു ആ ഫോൺ എടുക്കുന്നത്. അത്രയേറെ ഭയം ഉണ്ടാകുന്നുണ്ട്. പിന്നെ കല്യാണമൊക്കെ അല്ലേ, ഇഷ്ടമില്ലാത്തൊരു കല്യാണം ഒക്കെ ആയതുകൊണ്ടുള്ള പേടിയും ടെൻഷനും ഒക്കെയാണ് നമ്മുടെ അനുവിനുള്ളതെന്ന് കരുതി മീനും അത് കൂടുതൽ കാര്യമായിട്ട് എടുക്കില്ല. നമ്മുടെ സുകന്യാണെങ്കിൽ അലോകിൻ്റെ കൂടെ കൂടി എങ്ങനെയാണ് അനുവിനെ തങ്ങളുടെ വഴിക്ക് കൊണ്ടുവരിക എന്ന് ഓരോ കാര്യങ്ങളും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. ഇതൊന്നും അറിയാതെ ബാലനും ഗോമതിയും സഹോദരന്മാരും കല്യാണ ഒരുക്കങ്ങളും നടത്താണ്. അങ്ങനെ അനുവിൻ്റെ കല്യാണത്തിനുള്ള ദിവസം എത്തി. അപ്പോൾ കല്യാണത്തിൻ്റെ തലേന്ന് പോലും അനുവിനെ വിളിച്ച് ഒരുപാട് ഭീഷണിപ്പെടുത്താണ് നമ്മുടെ അലോക്. ഇതിലൊക്കെ പേടിച്ച് വിറയ്ക്കുന്ന അനു രണ്ടും കൽപ്പിച്ച് ഇനി എന്ത് സംഭവിക്കട്ടെ, തൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അഭിമാനത്തെക്കാൾ വലുതല്ല തൻ്റെ ജീവിതം. അവൻ്റെ ഒരു ദുഷ്ടന, അവൻ്റെ കൂടെ തന്നെ ജീവിക്കാം, പക്ഷേ അവനെ ഞാൻ സമാധാനത്തോടെ ജീവിക്കില്ല. എനിക്ക് അവൻ നൽകിയ എല്ലാ ടെൻഷനുകളും അവന് ഞാൻ തിരിച്ചു നൽകും. അവനെ ഞാൻ ഭാര്യയായിട്ട് കൃഷ്ണമംഗലത്ത് വേണമല്ലേ? എൻ്റെ യഥാർത്ഥ സ്വഭാവം നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ. എൻ്റെ അച്ഛനെയും അമ്മേനെയും കൂടപ്പറപ്പുകളെയൊക്കെ എനിക്ക് ഈ നിമിഷം നഷ്ടപ്പെടുക. അവരോട് ഏറ്റവും വലിയ ചതിയ ഞാൻ ചെയ്യാൻ പോകുന്നത്. പക്ഷേ എൻ്റെ മുന്നിൽ വേറെ വഴിയില്ല. അവരുടെ ജീവനോളം വലുതല്ല എനിക്ക് മറ്റൊന്നും. എൻ്റെ അച്ഛനും അമ്മയും കൂടപ്പറപ്പുകളും ജീവനോടെ ഇരുന്നാൽ മതി. അതിനായിട്ട് ഞാൻ എൻ്റെ ജീവിതം ബലി നൽകുക എന്നും പറഞ്ഞ് കല്യാണ തലേന്ന് അനു അലോകിൻ്റെ കൂടെ ഇറങ്ങി പോവാണ് കേട്ടോ. അലോക് അനുവിനെയും കൂട്ടിക്കൊണ്ട് ഭീഷണിപ്പെടുത്തി ഒരമ്പലത്തിൽ പോയി കല്യാണം നടത്തുകയാണ്. കല്യാണ സമയമാകുമ്പം അനുവിനെ കാണാതാവുമ്പോൾ ബാലനും കൂട്ടരും ആകെ ടെൻഷൻ ആവുകയാണ്. അനുവിന് എന്ത് സംഭവിച്ചു എന്നറിയാതെ പല വഴിക്ക് ആര്യനും ആകാശും ധർമ്മനും ഒക്കെ അന്വേഷിച്ചിറങ്ങും. അവരുടെയൊക്കെ ഈ പേടിയും സങ്കടവും കണ്ട് ആനന്ദത്തോടെ സുകന്യ മാറി നിന്ന് ചിരിക്കും കേട്ടോ. അപ്പൊ സുകന്യയുടെ ഭാവമാറ്റമൊക്കെ മീന് ശ്രദ്ധിക്കുന്നുണ്ട്. അനുവിൻ്റെ മിസ്സിങ്ങും സുകന്യയുടെ ഭാവവും എല്ലാം കൊണ്ടും മീനുവിനും മിത്രയ്ക്കും പല സംശയങ്ങളാണ്. അനുവിനെയും കൂട്ടിക്കൊണ്ട് അലോക് ആ വഴിക്ക് വരുന്നത്. അവരെ രണ്ടുപേരെയും കാണുന്ന എല്ലാവരും ആകെ സങ്കടപ്പെട്ട് നിൽക്കുക. നീ ഞങ്ങളെ ചതിച്ചല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ബാലൻ ഓടിച്ചില്ലാണ്. അപ്പം അനു കരഞ്ഞുകൊണ്ട് നിൽക്കുക. അലോക് പറയും, നിങ്ങളുടെ മകൾക്ക് ഞാനില്ലാതെ ജീവിക്കാൻ പോലും പറ്റില്ല. അവൾ ഇന്നലെ എൻ്റെ കൂടെയായിരുന്നു, ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഇന്നലെ, ഞങ്ങളുടെ കല്യാണവും കഴിഞ്ഞു. ഇനിയിപ്പം ഇവിടെ വന്നതെന്ന് പറഞ്ഞേക്കാന്ന് കരുതി, അതിനുവേണ്ടി മാത്രം വന്നതാ എന്ന് പറയാം. അനുവാണ് മുഖം ഉയർത്തിപ്പോലും ആരുടെയും മുഖത്ത് നോക്കുന്നില്ല കേട്ടോ. ബാലനാണ് ആകെ തകർന്നിരിക്കുകയാണേ. ആര്യൻ ഓടി വന്ന് അനുവിൻ്റെ കവിള് നോക്കി ഒരെണ്ണം കൊടുക്കുക. അത് കാണുന്ന അലോക് പറയും, അവളിപ്പോൾ എൻ്റെ ഭാര്യ, എൻ്റെ ഭാര്യയുടെ ദേഹത്ത് കൈവയ്ക്കാൻ അളിയന്മാരെയൊന്നും ഞാൻ സമ്മതിക്കില്ല. പിന്നെ ഇവൾക്ക് വേണ്ടി വേറെ വിവാഹമൊക്കെ ആലോചിച്ച് മണ്ഡപം വരെ എത്തിച്ചതല്ലേ, അതുകൊണ്ട് ഇവിടെ വരെ ഒന്ന് വരണമെന്ന് എനിക്ക് തോന്നി. ഇനി അനു എൻ്റെ കൂടെ കൃഷ്ണമംഗലത്ത് എൻ്റെ ഭാര്യയായി ജീവിക്കും എന്ന് പറയാം. ഇതൊക്കെ അലോക് പറയുമ്പം ഒരു ജീവശപമായിട്ട് അനു നിൽക്കുന്നത്. എന്നിട്ട് അനുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് അലോക് കൃഷ്ണമംഗലത്തേക്ക് പോവാ. ഇതൊക്കെ കണ്ട് വളരെ സന്തോഷത്തോടെ നിർവൃതിയോടെ സുകന്യയും നിൽക്കുന്നുണ്ട്. ഇതൊക്കെ വരാൻ പോകുന്ന ചില എപ്പിസോഡുകളുടെ വിശേഷമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസ് വഴി തന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.